നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ തന്നെയാണ് നമുക്ക് ഏറ്റവും ആഴമേറിയ പാഠങ്ങൾ നൽകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ ദുരിതമയമായ സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെന്നും നമുക്ക് തോന്നും. പക്ഷെ ശരിയായ കാഴ്ചപ്പാടോടെ നോക്കുകയാണെങ്കിൽ ഓരോ സാഹചര്യവും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ വന്നതാണ്. ഇന്ന് ഞാൻ നിനക്ക് ചില ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. അവയെ നീ നിന്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ നിന്നെ വിജയിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയില്ല. എല്ലാ വിജയിച്ച ആളുകളും ഇതാണ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്. പക്ഷേ എന്റെ ഈ 7 കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട എന്റെ ശിഷ്യന്മാർ ഇന്ന് ഈ ലോകത്തിൽ പേരെടുക്കുന്നു. മഹാത്മാവ് ആ യുവാവിനോട് പറഞ്ഞു, നീ വിജയിക്കണമെങ്കിൽ ആദ്യം നിന്റെ ഗുണങ്ങൾ തിരിച്ചറിയണം. ഇതാണ് നിന്റെ വിജയം നേടാനുള്ള ആദ്യത്തെ ശീലം. ആ യുവാവ് ചോദിച്ചു, ഗുരുദേവാ, എന്റെ ഉള്ളിലെ ഗുണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ ആ മഹാത്മാവ് ആ യുവാവിനോട് പറഞ്ഞു, ഗുണങ്ങൾ തിരിച്ചറിയുക എന്നതിനർത്ഥം നിന്റെ ഉള്ളിലെ കഴിവ് തിരിച്ചറിയുക എന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനു മുമ്പ് ആദ്യം നിന്റെ ഉള്ളിലെ കഴിവ് തിരിച്ചറിയുക. എല്ലാ മനുഷ്യരിലും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. അവൻ തന്റെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവനെ ജീവിതത്തിൽ വിജയിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയില്ല. ഞാൻ നിനക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കിത്തരാൻ ശ്രമിക്കാം. ഞാൻ നിന്നോട് ഈ മാവിന്റെ മരത്തിൽ കയറാൻ പറഞ്ഞാൽ ഈ മരത്തിൽ ആരാണ് ആദ്യം കയറുക എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സങ്കൽപ്പിക്കാം, ഇവിടെ കുരങ്ങൻ, കരടി, മാൻ, ആന, കുതിര, അണ്ണാൻ എന്നിവരെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ നീ എന്നോട് പറയൂ, ഈ മരത്തിൽ ആരാണ് ആദ്യം കയറുക? അപ്പോൾ ആ യുവാവ് പറഞ്ഞു, മഹാത്മാവേ, ഈ മരത്തിൽ അണ്ണാനാണ് ആദ്യം കയറുക. അത് വളരെ വേഗത്തിൽ മുകളിലേക്ക് കയറും. അതിനുശേഷം കുരങ്ങൻ കയറും. പക്ഷേ കുതിരയ്ക്ക് കയറാൻ കഴിയില്ല, ആനയ്ക്ക് കയറാൻ കഴിയില്ല. ധാരാളം മൃഗങ്ങൾ പരാജയപ്പെടും. അപ്പോൾ ആ ബുദ്ധസന്യാസി പറഞ്ഞു, നീ പറഞ്ഞത് തീർത്തും ശരിയാണ്. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വ്യത്യസ്തമായ കഴിവുകളുണ്ട്. പക്ഷെ നമ്മൾ ആ കഴിവ് തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. നമ്മളെല്ലാവരും നമ്മുടെ കഴിവിനനുസരിച്ച് നടക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരെപ്പോലെ ആകാൻ ശ്രമിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെപ്പോലെ ആകാൻ തുടങ്ങുന്നു. ഈ ലോകത്തിൽ എത്ര വിജയിച്ച ആളുകളുണ്ടോ അവരെ നീ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ അവർ അവരുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വിജയിച്ചതെന്ന് നിനക്ക് കാണാൻ കഴിയും. ഈ മരത്തിൽ എല്ലാവർക്കും കയറാൻ കഴിയില്ല. അതുപോലെ ആദ്യം നീ നിന്റെ ഉള്ളിലെ കഴിവ് തിരിച്ചറിയുക. നീ ഏത് കാര്യത്തിലാണ് മിടുക്കനാണെന്ന് നോക്കുക. നിന്റെ കഴിവിനനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ, ആ കഴിവ് തിരിച്ചറിഞ്ഞാൽ നീ ജീവിതത്തിൽ വളരെ മുന്നോട്ടു പോകും. അപ്പോൾ നിന്നെ വിജയിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയില്ല. ഏകദേശം 98% ആളുകളും ചെയ്യുന്നത് അവർ മറ്റുള്ളവരെപ്പോലെ ആകാൻ ശ്രമിക്കുന്നു. ആരെങ്കിലും അവരോട് പറഞ്ഞാൽ അവർ അവരെപ്പോലെ ആകാൻ തുടങ്ങുന്നു. അതേസമയം 1% ആളുകൾ മാത്രമാണ് വിജയിക്കുന്നത്. കാരണം അവർ അവരുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അവർ അവരുടെ ഉള്ളിലെ കഴിവ് തിരിച്ചറിയുന്നു. അതിനുശേഷം അവർ ആ ജോലി ചെയ്യുന്നു. അവസാനം അവർക്ക് വിജയവും ലഭിക്കുന്നു. ആ ആളുകൾ ജീവിതത്തിൽ വളരെ മുന്നോട്ടു പോകുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പുതിയത് ചെയ്യുന്നതിനു മുമ്പ് ആദ്യം നിന്റെ കഴിവ് തിരിച്ചറിയുക. അതിനുശേഷം അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ആ മഹാത്മാവ് ആ യുവാവിനോട് പറഞ്ഞു, വിജയിക്കാനുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ ശീലം ഇതാണ്. നിങ്ങളെല്ലാവരും ശരിയായ സമയത്ത് എഴുന്നേൽക്കുക. നിങ്ങൾ രാവിലെ 3 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുകയാണെങ്കിൽ, നിങ്ങൾ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം ലഭിക്കും. അതുപോലെ നിങ്ങൾ രാവിലെ വൈകി എഴുന്നേൽക്കുന്ന ആളുകളേക്കാൾ മുന്നോട്ടു പോകും. അവരെ മടിയും രോഗങ്ങളും പിടികൂടും. നീയും രാവിലെ വൈകി എഴുന്നേൽക്കുകയാണെങ്കിൽ നീയും അവരെപ്പോലെ ആയിത്തീരും. അതുകൊണ്ട് നിനക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് വരണമെങ്കിൽ നീ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. രാവിലെ ശരിയായ സമയത്ത് നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ ദിവസവും ജോലി ചെയ്യാൻ കൂടുതൽ സമയം ലഭിക്കുന്നു. നീ രാവിലെ എഴുന്നേറ്റ് ആദ്യം നിന്റെ മുഴുവൻ ദിവസത്തെയും രൂപരേഖ തയ്യാറാക്കുക. എപ്പോൾ ഏത് ജോലി ചെയ്യണം, എത്ര മണിക്ക് എന്ത് ചെയ്യണം, ആദ്യം ആ ജോലി ചെയ്യുക. അതിനുശേഷം അതിനനുസരിച്ച് മുഴുവൻ ദിവസത്തെയും ജോലി ചെയ്യുക. ഇത് ചെയ്യുന്നതുവഴി നിനക്ക് സമയം ലാഭിക്കാൻ കഴിയും. നിനക്ക് നിന്റെ ജോലി വളരെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ഈ ജോലി ചെയ്യാത്ത ആളുകൾ അവർ അവരുടെ ചില ജോലികൾ പൂർത്തിയാക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ അവർ എന്തു ചെയ്യണമെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇത് അവരുടെ സമയം പാഴാക്കുന്നു. ആരാണോ അവരുടെ സമയം പാഴാക്കുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ആദ്യം നിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കുക. എനിക്ക് ദിവസം എന്ത് ജോലി ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്ന്. അതിനുശേഷം അതിനനുസരിച്ച് പ്രവർത്തിക്കുക. മഹാത്മാവ് ആ യുവാവിനോട് പറഞ്ഞു, നിനക്ക് നിന്റെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഞാൻ നിനക്ക് 3ാമത്തെ ശീലം പറഞ്ഞുതരാം. അത് നീ തീർച്ചയായും ഉൾക്കൊള്ളണം. അത് ഇതാണ്: നിന്റെ ചിന്താശക്തി ഉപയോഗിക്കുക. നീ നിന്റെ ജീവിതത്തിൽ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നുവോ അത് നീ രാവിലെ എഴുന്നേറ്റ് ഒരിക്കൽ തീർച്ചയായും ചിന്തിക്കുക. അത് നിനക്ക് ലഭിക്കുന്നുണ്ടെന്ന് നീ അനുഭവിക്കുക. അത് നിനക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും നീ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക. അത്രമാത്രം സത്യസന്ധതയോടെ ചിന്തിക്കുക. അത് നിനക്ക് ലഭിക്കുന്നുണ്ടെന്ന് തോന്നും. ആ കാര്യം നേടാനുള്ള പരിശീലനം ചെയ്യുക. ഇത് നിനക്ക് രാവിലെ എഴുന്നേറ്റ് തന്നെ ചെയ്യണം. അതുപോലെ നീ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ഇത് ചെയ്യണം. പതിയെ പതിയെ ആ കാര്യം നിന്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. ഇതിനെയാണ് ആകർഷണ നിയമം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ എന്തു നേടണമോ
അതിനെക്കുറിച്ച് വളരെ സത്യസന്ധതയോടെയും ആഴത്തിലും അത് ലഭിക്കുന്നുണ്ടെന്ന് തോന്നണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പ്രകൃതി, ഈ പ്രപഞ്ചം സ്വയം ആ കാര്യം നിനക്കയച്ചു തരും. കാരണം ആ കാര്യം നിന്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. ഇതിനെയാണ് ആകർഷണ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നീ ഈ ആകർഷണ നിയമം പാലിക്കണം. ഇത് നീ ശരിയായ രീതിയിൽ പരിശീലിക്കുകയാണെങ്കിൽ പതിയെ പതിയെ നീ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് ലഭിക്കാൻ തുടങ്ങും. മഹാത്മാവ് ആ യുവാവിനോട് പറഞ്ഞു, വിജയിക്കാനുള്ള 4ാമത്തെ ശീലം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അതിതാണ്, പോസിറ്റീവ് ചിന്തയോടെ മുന്നോട്ടു പോകുക. മഹാത്മാവ് യുവാവിനോട് പറഞ്ഞു, ജീവിതത്തിൽ നിനക്ക് വിജയം നേടണമെങ്കിൽ നിന്റെ ചിന്തയെ പോസിറ്റീവാക്കുക. കാരണം പോസിറ്റീവ് ചിന്തയിൽ നിന്നാണ് ഒരു നല്ല ബുദ്ധി വികസിക്കുന്നത്. പോസിറ്റീവ് ചിന്തയിൽ നിന്ന് മാത്രമേ നിനക്ക് നല്ലതും വലുതുമായ എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയൂ. ഒരു വ്യക്തി നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾക്ക് അവന്റെ ജോലി ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അതുപോലെ അവന്റെ ജോലിയിൽ ശ്രദ്ധിക്കാനും കഴിയില്ല. കാരണം അവന്റെ മനസ്സ് മറ്റെന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അവൻ ഈ ജോലി ശരിയായ രീതിയിൽ ചെയ്യില്ല. അതുകൊണ്ട് നീ ആരെക്കുറിച്ചും മോശം ചിന്തിക്കരുത്. അവൻ നിന്റെ ശത്രുവാണെങ്കിൽ പോലും. ഇത് നിന്റെ ജോലിയിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റും. നിന്റെ ശ്രദ്ധ ജോലിയിൽ നിന്ന് മാറുമ്പോൾ നീ പതിയെ പതിയെ പരാജയപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നീ ഒരു പോസിറ്റീവ് ചിന്തയോടെ മുന്നോട്ടു പോകുക. നിന്നെ താഴെയിടാൻ ശ്രമിക്കുന്നവർ ആരാണെന്നും ആരാണ് നിനക്ക് നല്ലതെന്നും ആരാണ് മോശമെന്നും ചിന്തിച്ച് നിന്റെ സമയം പാഴാക്കരുത്. ഇതൊക്കെ ചിന്തിക്കാനുള്ള സമയമില്ല. നിനക്ക് നിന്റെ ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നോക്കിക്കോ, നിന്നെ വിമർശിക്കുന്നവരും നിന്നെ താഴെയിടാൻ ശ്രമിക്കുന്നവരും പതിയെ പതിയെ നിന്റെ വഴിയിൽ നിന്ന് മാറും. കാരണം ഏത് വ്യക്തിയുടെ മനസ്സിലാണോ നെഗറ്റീവ് കാര്യങ്ങളുള്ളത്, ഏത് വ്യക്തിയാണോ മറ്റൊരാളെ താഴെയിടാൻ ശ്രമിക്കുന്നത്, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് വിജയിക്കണമെങ്കിൽ നീ ഒരു പോസിറ്റീവ് ചിന്തയോടെ മുന്നോട്ടു പോകുക. കാരണം പോസിറ്റീവ് ചിന്തയിൽ നിന്ന് മാത്രമേ നിനക്ക് വിജയം ലഭിക്കൂ. നിന്റെ ജീവിതത്തിലെ നെഗറ്റീവ് ആളുകളോടും നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുന്നവരോടും നീ അകലം പാലിക്കുക. മഹാത്മാവ് 5ാമത്തെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, യുവാവേ, നിനക്ക് നിന്റെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിന്റെ രഹസ്യങ്ങൾ ആർക്കും പറയരുത്. നീ എന്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത് നീ ആരെയും അറിയിക്കരുത്. കാരണം നീ നിന്റെ രഹസ്യങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞാൽ നീ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് എല്ലാവർക്കും അറിയാൻ കഴിയും. നീ നിന്റെ ജോലി തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് ആളുകൾ നിന്നെ താഴെയിടാൻ ശ്രമിക്കാൻ തുടങ്ങും. ഇത് നിന്റെ ജോലി ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയാതിരിക്കാൻ കാരണമാകും. നീ വിഷമത്തിലാകും. അതുകൊണ്ട് നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ വളരെ ശാന്തതയോടെ നിന്റെ ജോലി ചെയ്യണം. കൊട്ടിഘോഷിക്കരുത്. നീ ഇനി എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് ആരെയും അറിയിക്കരുത്. ഈ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കുക. മഹാത്മാവ് യുവാവിനോട് വിജയിക്കാനുള്ള 6ാമത്തെ കാര്യം പറഞ്ഞു, കഠിനാധ്വാനവും ഉത്സാഹവും ഉപയോഗിച്ച് ജോലി ചെയ്യുക. മഹാത്മാവ് പറഞ്ഞു, ഏതൊരു മനുഷ്യനും വിജയിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ കഠിനാധ്വാനം കൊണ്ടാണ് വിജയം നേടുന്നത്. എത്ര വിജയിച്ച ആളുകളുണ്ടോ അവരെല്ലാം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. കഠിനാധ്വാനം ശരിയായ സ്ഥലത്ത് ചെയ്യണം. നീ വെറുതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ശരിയായ ദിശയിൽ ജോലി ചെയ്യുന്നില്ലെങ്കിൽ അത് ഫലം ചെയ്യില്ല. അതുകൊണ്ട് കഠിനാധ്വാനത്തോടൊപ്പം ശരിയായ ദിശ വളരെ പ്രധാനമാണ്. നീ ശരിയായ ദിശയിൽ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നീ ആ ജോലിയിൽ തീർച്ചയായും വിജയിക്കും. നിനക്ക് തീർച്ചയായും വിജയം ലഭിക്കും. അതുകൊണ്ട് ഏത് ജോലിയാണെങ്കിലും എത്ര വലുതാണെങ്കിലും ആദ്യം ആ ജോലി എങ്ങനെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് കണ്ടെത്തുക. നിനക്ക് ആ ജോലി എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ വിജയത്തിനായി നിന്റെ പൂർണ്ണമായ ശക്തി ഉപയോഗിക്കുക. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ആളുകൾ പരാജയപ്പെടുന്നതിന്റെ ഒരു വലിയ കാരണം ഇതാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നുവോ അവർ ആ കാര്യത്തിനായി അധ്വാനിക്കാൻ തുടങ്ങും, പക്ഷേ ശരിയായ ദിശയിൽ അധ്വാനിക്കില്ല. അവരുടെ അധ്വാനം ശരിയായ ദിശയിൽ അല്ലാതിരിക്കുമ്പോൾ അവർ പതിയെ പതിയെ തകരാൻ തുടങ്ങും. അവരുടെ വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങും. അവർക്ക് അവരുടെ ലക്ഷ്യം നേടാനും കഴിയില്ല. അതുകൊണ്ട് നിനക്ക് ഏത് ജോലിയാണോ ചെയ്യേണ്ടത്, ഏത് ലക്ഷ്യമാണോ നേടേണ്ടത്, ആദ്യം ആ ലക്ഷ്യം തിരിച്ചറിയുക. ആ ലക്ഷ്യത്തിൽ എങ്ങനെ എത്താമെന്ന് കണ്ടെത്തുക. അപ്പോൾ നീ തീർച്ചയായും വിജയിക്കും. ഒരു ഉദാഹരണം പറയാം. ഈ കാണുന്ന മലയിൽ കയറാൻ ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ നേരെ കയറുകയാണെങ്കിൽ നിനക്കൊരിക്കലും ഈ മലയിൽ കയറാൻ കഴിയില്ല. പക്ഷേ നീ ഈ മലയിൽ കയറാൻ ഒരു നല്ല വഴി കണ്ടെത്തുകയാണെങ്കിൽ, ഏറ്റവും വേഗത്തിലും എളുപ്പത്തിലും ഈ മലയിൽ എങ്ങനെ കയറാമെന്ന് കണ്ടെത്തിയാൽ നിനക്ക് മലയിൽ വളരെ എളുപ്പത്തിൽ കയറാൻ കഴിയും. പക്ഷേ നീ ചിന്തിക്കാതെ കയറാൻ തുടങ്ങിയാൽ നിനക്കൊരിക്കലും മലയുടെ മുകളിലെത്താൻ കഴിയില്ല. ഒരുപക്ഷേ കയറിയാൽ പോലും നിനക്കൊരുപാട് സമയമെടുക്കും. നീ പരാജയപ്പെടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമുക്ക് ഏത് ലക്ഷ്യമാണോ നേടേണ്ടത്, ആദ്യം ആ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ ലക്ഷ്യത്തിൽ എങ്ങനെ എളുപ്പത്തിലെത്താമെന്ന് നീ കണ്ടെത്തുക. നീ ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ലക്ഷ്യം വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയും. അതുകൊണ്ട് കഠിനാധ്വാനത്തോടൊപ്പം ശരിയായ ദിശയും തീർച്ചയായും ഉണ്ടാകണം. മഹാത്മാവ് ആ യുവാവിന് വിജയം നേടാനുള്ള 7ാമത്തെയും അവസാനത്തെയും സൂത്രം പറഞ്ഞു. യുവാവേ, നീ നിന്റെ ശരീരത്തെയും നന്നായി ശ്രദ്ധിക്കണം. നിന്റെ ശരീരത്തെ ശ്രദ്ധിക്കാൻ നീ യോഗയും യോഗാഭ്യാസം ചെയ്യുകയും വേണം. നീ യോഗ ചെയ്യുകയാണെങ്കിൽ നിന്റെ മനസ്സ് സന്തുലിതമായിരിക്കും. നിന്റെ മനസ്സ് സന്തുലിതമായിരിക്കുമ്പോൾ മാത്രമേ നിനക്ക് നിന്റെ ജോലിയിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയൂ. യോഗ ചെയ്യുന്നത് നിന്റെ മടിയെയും അകറ്റും. കാരണം മടി മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്.
അതുകൊണ്ട് യോഗാഭ്യാസം ചെയ്ത് നിന്റെ മടിയെയും അകറ്റുക. അതുപോലെ നീ നിന്റെ മനസ്സിനെ ഒരിടത്ത് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, നല്ല മനസ്സോടെ ജോലി ചെയ്യുകയാണെങ്കിൽ നിനക്ക് തീർച്ചയായും വിജയം ലഭിക്കും. കാരണം നീ നിന്റെ മുഴുവൻ ഊർജ്ജവും ഒരു ദിശയിൽ ഉപയോഗിച്ചു. നീ നിന്റെ മുഴുവൻ ഊർജ്ജവും ഒരു ദിശയിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫലം നിനക്ക് നല്ലതായിരിക്കും. അതുകൊണ്ട് നീ ദിവസം ധ്യാനം, യോഗ എന്നിവ തീർച്ചയായും ചെയ്യുക. ഇത് നിന്റെ മനസ്സിനെ സന്തുലിതമാക്കും. നിന്റെ മനസ്സ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. നിന്റെ മനസ്സ് സന്തുലിതമായിരിക്കുമ്പോൾ, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നിനക്ക് പുതിയതും നല്ലതുമായ എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയൂ. അപ്പോൾ മാത്രമേ നിനക്ക് വിജയവും ലഭിക്കൂ. അതുകൊണ്ട് എന്റെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് യുവാവേ, ആദ്യം നീ പോയി നീ ഏത് കാര്യത്തിലാണ് മിടുക്കനാണെന്ന് കണ്ടെത്തുക. അതിനുശേഷം അതിനനുസരിച്ച് പ്രവർത്തിക്കുക. എന്റെ ഈ കാര്യങ്ങൾ ഓർക്കുക. ആ യുവാവ് ആ മഹാത്മാവിനെ നമസ്കരിച്ച് തിരികെ വീട്ടിലേക്ക് വന്നു. താൻ ഏത് കാര്യത്തിലാണ് മിടുക്കനാണെന്ന് ചിന്തിക്കാൻ തുടങ്ങി. മുഴുവൻ 15 ദിവസവും താൻ ഏത് കാര്യത്തിലാണ് മിടുക്കനാണെന്ന് ചിന്തിക്കാൻ അയാൾ ചിലവഴിച്ചു. പിന്നീട് അയാൾക്ക് മനസ്സിലായി താൻ വാൾപ്പയറ്റിൽ വളരെ മിടുക്കനാണെന്ന്. അതുകൊണ്ട് അയാൾ വാൾപ്പയറ്റിൽ കൂടുതൽ പരിശീലനം ചെയ്തു. അയാൾ ഒരു വിജയിയായ വാൾപ്പയറ്റുകാരനായി മാറി. അദ്ദേഹത്തിന്റെ കീർത്തി ദൂരദൂരത്തേക്ക് വ്യാപിച്ചു. അങ്ങനെ ഒരു ദിവസം അയൽരാജ്യത്തിലെ രാജാവ് അദ്ദേഹത്തെ തന്റെ സൈന്യത്തിൽ ജോലിക്ക് ക്ഷണിച്ചു. ആ വ്യക്തി സന്തോഷത്തോടെ ആ രാജാവിന്റെ നിർദ്ദേശം സ്വീകരിക്കുകയും സൈന്യത്തിൽ ചേരുകയും ചെയ്തു. രാജാവ് ആ യുവാവിനെ വളരെ ബഹുമാനത്തോടെ ആദരിച്ചു. ഇപ്പോൾ ആ യുവാവിന്റെ കുടുംബം വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, യഥാർത്ഥ സന്തോഷം പുറമേയുള്ള കാര്യങ്ങളിലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ സംതൃപ്തിയിലാണ്. ആഗ്രഹങ്ങൾ അനിയന്ത്രിതമാണ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ളതിൽ സംതൃപ്തരായിരിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സമാധാനവും സന്തോഷവും ലഭിക്കൂ. ജീവിതത്തിൽ സംതൃപ്തിയാണ് ഏറ്റവും വലിയ ധനം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ തീർച്ചയായും എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. ഞങ്ങളെ ഇങ്ങനെ പിന്തുണയ്ക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങളുടെ ശ്രദ്ധിക്കുക. നന്ദി.